ചോളനായക്കൻ കമ്മ്യൂണിറ്റിയുടെ സമുദായങ്ങൾക്കിടയിൽ ഉള്ള ഒരു കൺസർവേഷൻ എങ്ങനെയാണ്, ഒരു എക്കോളജിക്കൽ കൺസർവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചെമ്മം സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചെമ്മം അല്ലെങ്കിൽ നാട് എന്ന് പറയുന്ന ഒരു കൾച്ചർ സിസ്റ്റം. ആ സിസ്റ്റത്തിലൂടെയാണ് ചോളനായക്കൻ സമുദായം ഇന്ന് തുടർന്നു പോരുന്നത്. അതൊരു ഭരണ രീതിയാണ്. ഓരോ ചെമ്മങ്ങളായിട്ട് സമുദായത്തിലെ 18ഓളം ചെമ്മങ്ങളായിട്ട് തരംതിരിച്ച് അതിൽ ഓരോ കുടുംബത്തിലുള്ള ആളുകളും അതിൽ ജീവിച്ചു പോരുന്നു എന്നുള്ളത്. അപ്പോൾ കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ഈ ചെമ്മത്തിൽ തന്നെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ തരംതിരിച്ച് അവരുടെ ഓരോ ആളുകളുടെയും ചെമ്മമായി അവർ സംരക്ഷിക്കേണ്ടത് അവരുടെ കടമയാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഭരണ സംവിധാനത്തിൽ തന്നെ ഈ കൺസർവേഷനെ കുറിച്ച് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. He's speaking about the ecological conservation perspectives of the Cholanaikan community. And what Vinod is saying is that it starts from the idea of the Chemmam. Chemmam means cultural territories and cultural boundaries. It defines the extent to which clans can use their territories. So the Chemmam is a governance system in itself, and there are some 18 Chemmams that the Cholanaikan community have. And within the Chemmam itself, the community has an obligation to conserve and safekeep the forests within the Chemmam, using natural resources. All of these factors are governed by how the Chemmam is set up. നമ്മുടെ ചെമ്മത്തിലെ ഓരോ ജീവികളെയും നമ്മൾ സംരക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പാമ്പ് ഉദാഹരണമായിട്ട് പാമ്പിനെ എടുക്കുകയാണെങ്കിൽ പാമ്പ് ഞങ്ങളുടെ ദൈവമായിട്ടാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഈ പാമ്പിൻ്റെ ഓരോ സാഹചര്യങ്ങളും നമ്മൾ പരിഗണിക്കുമ്പോൾ അതിനെ കൊല്ലാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ എന്നെ തന്നെ 2 തലയിലും അതുപോലെ തന്നെ കയ്യിലൊക്കെ പാമ്പ് കടിച്ചിട്ടുണ്ട്. പക്ഷേ സമുദായത്തിൽ ആരും തന്നെ ആ പാമ്പിനെ തല്ലിക്കൊല്ലാൻ നിന്നിട്ടില്ല. തല്ലിക്കൊല്ലാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം അതിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ ആ നമ്മുടെ ആ ഒരു പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ ആ ഒരു വനത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കൊല്ലാൻ സാധ്യതയുള്ള പെട്ടെന്ന് കൊല്ലാൻ സാധ്യതയുള്ള ഒരു ജീവിയായിട്ടാണ് പാമ്പിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സമുദായം പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ദൈവത്തിൻ്റെ ഭാഗമാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പാമ്പിനെ അത്രത്തോളം അവർ പരിഗണിക്കുന്നുണ്ട്. പാമ്പ് വളർത്തുന്ന രീതിയും ഒക്കെ സമുദായത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. So all life within a Chemmam all life within a Chemmam is part of their community. It's a larger extended community. I think that is what he was trying to imply. He was taking the example of snakes. Snakes, people have a tendency to kill snakes because they are perceived as dangerous. But snakes are a deity. It's got sacred status for the Cholanaikan community. So it goes to the extent that they even grow snakes. They live very closely with snakes, close bond with snakes and other creatures also. So Vinod was also giving this example about how he's been bitten by snakes many times, but even then the community does not kill snakes. They don't have that tendency to kill snakes, even though it's perceived as a dangerous whatever creature, and they have this tendency to protect snakes as well. That becomes a part of their larger life web. നമ്മൾ ജീവികളെ മാത്രമല്ല കൺസർവേഷൻ്റെ ഭാഗമാക്കിയിട്ടുള്ളത്, ഈ മരങ്ങളെയും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സമുദായത്തിൽ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ബര എന്ന് പറയുന്നത്. ബര എന്ന് പറയുന്നത് തേൻ സ്ഥിരമായി വരുന്ന ഒരു മരത്തെയോ അല്ലെങ്കിൽ സ്ഥലത്തെയോ ആണ് ബര എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ആളുകളും ഇതിനു വേണ്ടിയിട്ട് ബര ഉണ്ടാക്കുന്നുള്ളതാണ്. അതിൻ്റെ ബരയുടെ പൂർണ്ണ അധികാരം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടായിരിക്കും വരിക. അപ്പോൾ ആ വ്യക്തി ആ മരത്തെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ചുമതലയാണ് നമ്മുടെ ചോളനായക്കൻ സമുദായത്തിൽ. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക്
10-ൽ കൂടുതലോ 15-ൽ കൂടുതലോ ഒക്കെ തന്നെ മരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഒരു 200 സംതിങ് ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ 150 പേർക്കെങ്കിലും മരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ 150 പേർക്ക് 5 വെച്ച് മരം കൂട്ടിയാൽ തന്നെ ഒരുപാട് മരങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാവാം. കാരണം ആ മരത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൂടാതെ തേനിൻ്റെ ഉത്തരവാദിത്വം കൂടി നമ്മൾ ഓരോ വ്യക്തികളിലും അധിഷ്ഠിതമാണ് എന്നുള്ളതാണ് ഈ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം അങ്ങനെയും ഈ മരങ്ങളെയും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. Speaking about the concept of bara is a honey tree, a tree that gives honey and a tree that perpetually gives honey, and they take care of these trees in a very special way. They it's it's they're obliged to take care of these trees, and each person or each household or each family will have 10 to 15 trees that they take care of, and they protect these trees, and they really, I don't know, for want of a better word, they really love these trees and take care of it well. So each person is obliged to take care of the trees within the chemmam also. ഇനി അതുപോലെ തന്നെ 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ അരിയക്കാനി പുഴ, നമ്മളെ പാണപ്പുഴയോട് ചേർന്നുള്ള നമ്മുടെ സെറ്റിൽമെൻറ്റിന് അടുത്തുള്ള ഒരു പുഴയിലാണ്. ആ പുഴയിൽ 3 കിലോമീറ്ററോളം ദൂരം ഉരുൾപൊട്ടൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉരുൾപൊട്ടൽ വന്നതിന് ശേഷം മീനെല്ലാം ചത്തുപോവുകയും ഒരു വർഷത്തേക്ക് വലിയൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു യൂത്ത് മെമ്പർ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും തന്നെ ആ പ്രദേശത്തേക്ക് ഒരു 3 വർഷത്തേക്ക് ഇവിടെ മീൻ പിടിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. പക്ഷേ അവിടെയുള്ള എല്ലാ ആളുകളും തന്നെ അത് സീരിയസ് ആയിട്ട് എടുക്കുകയും 3 വർഷത്തേക്ക് മീൻ പിടിക്കാതിരിക്കുകയും അതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ വലിയ വലിയ മീനുകളും ആ 3 കിലോമീറ്റർ ഇന്ന് നമുക്ക് മീനുകളെ കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു കൺസർവേഷനും കൂടി ഇതിനകത്ത് എനിക്ക് പറയാൻ ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ്. So he's speaking about the conservation mindset of the Cholanaikan community. He's after the 2018 floods, which was pretty, they were really severe floods. In some tributaries, certain species of fish went missing. So he's also talking about how people really observe this phenomena, and a particular person in the community who's very, very keen on observing whatever ecological phenomena or changes which are happening, notice that there are certain species of fish which are missing. And I guess for fun, he told the community that, we should stop hunting those fish from those rivers, from those streams, because they have reduced in numbers or they have gone missing. But even though he said it in passing, the community took it very seriously, very, very seriously, and all of them decided that they will not hunt those species of fish. And for at least 3 years, they did not, catch those fish. And now you see a situation where those fish populations have revived. So this again, he says, is an inherent conservation mindset of the Cholanaikan community. അപ്പോൾ നമ്മൾ ഇത്രയും ഏരിയകളിൽ തന്നെ നമ്മൾ കൺസർവേഷൻ നടത്തുന്നു എന്നുള്ളതാണ്. എല്ലാ മേഖലയും ചോളനായക്കൻ്റെ ഭരണം മുതൽ നമ്മുടെ കുട്ടികളാണെങ്കിലും തബരി, കുട്ടികളുടെ ഓർഫൻസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിൽ എല്ലാ രീതിയിലും നമുക്ക് ഒരു കൺസർവേഷൻ സമുദായത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് സാമുദായിക വിദ്യാഭ്യാസമാണ്. ഈ സാമുദായിക വിദ്യാഭ്യാസത്തിലൂടെ തന്നെ ഓരോ കുട്ടികളും മുതിർന്ന ആളുകളും ഇത് കണ്ടുപഠിക്കുകയും അത് സമുദായത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വാസ്തവം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാമുദായിക വിദ്യാഭ്യാസത്തെ നമ്മൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആശയം എനിക്കിവിടെ അവതരിപ്പിക്കാനുണ്ട് എന്നുള്ളത്. So within the community, there is also a very strong system or institution of community education. And this community education is something which is something that drives this idea of wanting to keep their chemmam in a very safe way, to conserve species within the chemmam also. And this is
kind of like it's a very strong system of community education, right? So there are people within the community who are very interested in observing this phenomena, observing ecological phenomena, and passing this knowledge on to everybody else in the community. So this is something which really supports this notion of wanting to live in, let's say, in balance with the ecology. I'm not giving exact translations. I'm changing it a little bit here and there. And he even talks about the orphans within the community, so how they're taken care of and how they are also educated. It's a responsibility that the community takes up on the whole, as a collective, and this really keeps this system of conserving within the Cholanaikan community in a very strong way. ഇതിനകത്ത് എൻ്റെ കുറച്ച് അനുഭവങ്ങളും എക്സ്പീരിയൻസും ഒക്കെ തന്നെ ഞാനിവിടെ അവതരിപ്പിച്ചു. ഇപ്പോൾ നമ്മൾക്കൊരു ചോദ്യം ഉണ്ടാവും. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? അവരുടെ ഒരു നമ്മൾക്കിടയിൽ അവർക്ക് പ്രസക്തി ഉണ്ടോ, ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. ഞാൻ ഒരു 40 വർഷം ഒക്കെ പുറകോട്ട് ഉള്ള കഥകളൊക്കെ അന്വേഷിക്കുമ്പം സ്വാഭാവികമായിട്ടും അന്നൊന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്വാധീനമോ സഹായമോ ആവശ്യമോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ കൺസർവേഷനൊക്കെ സമുദായത്തിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കൺസർവേഷൻ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലാതെയും സമുദായത്തിൽ നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പം അവരുടെ കമ്മ്യൂണിറ്റികളുടെ ഒരു പ്രസക്തി നമ്മൾ കുറച്ചും കൂടി കൂടുതൽ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ചില സമയങ്ങളിൽ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലും നമ്മൾ ഈ ചോളനായകൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൾച്ചറുകൾ പഠിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും അത് പ്രാക്ടീസ് ചെയ്യേണ്ടതുമാണെന്നാണ് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഭാഗമാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പറഞ്ഞ കൾച്ചറുകളൊക്കെ അവരിലൂടെയും നിലനിർത്താനും നമ്മൾ ഈ വനത്തിനുള്ളിലെ എല്ലാ കാര്യങ്ങളും നിലനിൽക്കുകയും ചെയ്യും. രണ്ടുപേരുടെയും ആവശ്യം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആണെങ്കിലും നമ്മുടെ സമുദായത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ വനം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രൈബൽ ആളുകളിൽ നിന്നുള്ള ഈ പറഞ്ഞ പോലെയുള്ള പ്രാക്ടീസുകൾ കടമെടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Yeah, he's raising a question about the role of the forest department, along with how whether the forest departments acknowledge community knowledge. So, since there is a strong sense of sustaining the forest within the communities, what Vinod is asking is whether uh, the forest departments should learn, I mean, that the forest departments also should learn how to conserve from the communities because they have a strong notion of doing this. ഇത് ചോളനായകൻ്റെ മാത്രം പറയുമ്പോഴും പ്രാദേശികമായിട്ട് ഓരോ സ്ഥലങ്ങളിലും ട്രൈബുകളുണ്ട്. അപ്പോൾ ആ പ്രദേശത്തൊക്കെ ഇതേപോലെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആ കാടിന് പറ്റിയ നിയമങ്ങളും ഒരുപാട് കൾച്ചറുകളൊക്കെ തന്നെ സമുദായത്തിലുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിറ്റി എപ്പോഴും നിലനിർത്തുക, പഴയതുപോലെ ആവുക എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ വനവുമായി ബന്ധപ്പെട്ട സംസ്കാരം കൂടി നിലനിൽക്കുമെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. So he's talking about how in different regions, there are many different indigenous Adivasi communities who have lived with the forest from time immemorial. So these communities also have ways to understand the forest, and they understand the forest better than everybody else because they have understood how you know how nature is. So this is something which should be taken up at a larger level. അപ്പോൾ ഓരോ സമുദായത്തിലെ ആളുകളും നമ്മൾ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ്റെ ഭാഗമായൊക്കെ തന്നെ ഇങ്ങനെ കമ്മ്യൂണിറ്റി പ്രിസർവേഷൻ അതുപോലെ തന്നെ കൺസർവേഷൻ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോ ആളുകളുടെയും ചുമതലയാണ്. വനവും അതുപോലെ തന്നെ വനവുമായി ബന്ധപ്പെട്ട ആണെങ്കിലും പുഴയോട് ചേർന്നുള്ള നമ്മുടെ സംസ്കാരമാണെങ്കിലൊക്കെ തന്നെയാണ് നമ്മളെ ഈ ആദിവാസി സമൂഹം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എപ്പോഴും പുഴ ഒരു അതിർത്തിയായിട്ട് നമുക്ക് ലഭിക്കും. ആ പുഴ അതിർത്തിയായിട്ട് ലഭിക്കുന്നത് നമ്മൾ അപ്പുറം ഇപ്പോൾ 2 ചെമ്മാണ്. അപ്പോൾ ആ ചെമ്മത്തിന് ഇപ്പുറത്തൊരു സൈഡ് ഇപ്പുറത്തൊരു സൈഡ് 2 പേരും ഒരുമിച്ചിരുന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 വശങ്ങളായിട്ട് കൊടുക്കുന്നത്. അത് പുഴയുടെ ഒരു പ്രസക്തിയും അത് തോടുകളുടെ പ്രസക്തിയും സമുദായത്തിൽ വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ നോളജും നമ്മൾ
ഒരു കൺസർവേഷനും പ്രിസർവേഷനും ഒക്കെ തന്നെ സമുദായത്തിൽ വളരെ പ്രാധാന്യമുള്ള ഘടകങ്ങളാണ്. അതിനെ ഒരു റിസർച്ച് എന്നുള്ള രീതിയിനപ്പുറം നമ്മളൊരു പ്രാക്ടീസ് ആയിട്ട് കൂടി കാണണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. So he's speaking about the importance of rivers and river systems to this community, for his community. Uh, Rivers very often define earlier what he was the concept that he was talking about, the concept of the chemam, the cultural boundaries, the cultural territories, those boundaries. So very often you find that there are communities or clans living on either side of the rivers, and both clans take care of the rivers and the river systems in a very, very deep way. And this is something that everybody has to learn from. That's something that they have been practicing for a long time in terms of understanding how ecological balance and how the communities kind of like live with rivers. And beyond research, very often there's a lot of research interest in these systems, but beyond research, it should also be taken as a practice which should be adopted at a larger scale.